അത് ബജാജിൻ്റെ വണ്ടികൾക്ക്, അതായത് ബജാജ് വണ്ടികൾക്ക് യാത്രാസുഖം ഒട്ടും പ്രതീക്ഷിക്കരുത്. മൈലേജ് വെച്ച് നോക്കാനാണെങ്കിൽ ബജാജ് വണ്ടി എടുത്തോ, നല്ല മൈലേജ്, ആപ്പേനേക്കാളും മൈലേജ് കിട്ടും. ഇവർ ചോദിച്ചു ഓട്ടോ ഫീൽഡ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ മൂഞ്ചലാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കമ്പനി എങ്ങനെയാണോ വരുന്നത് അതുപടി വലിച്ചു കിട്ടി ഓടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റത്തില്ല. CNG വണ്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വണ്ടിയാണ്. ഏകദേശം 2.5 വർഷത്തിനുള്ളിലാണ് ഞാൻ 1,00,000 കിലോമീറ്റർ ഓടിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാഴ്ച വീഡിയോ എന്താന്ന് പറഞ്ഞാൽ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നമ്മുടെ വണ്ടിയിൽ അങ്ങനെ 1,00,000 കിലോമീറ്റർ നമ്മുടെ വണ്ടി 2023 ആപ്പെ ക്ലാസിക് ഓടി കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ വണ്ടി നിലവിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇന്നലെ വൈകിട്ടാണ് 1,00,000 ആയത്. ഇപ്പോൾ 69 കിലോമീറ്റർ ആയിട്ടുണ്ട്, അതായത് 70 കിലോമീറ്റർ ആവാൻ പോകുന്നു. അപ്പോൾ ടോട്ടൽ നമ്മുടെ വണ്ടി ഓടിയേക്കുന്നത് 1,70,000 കിലോ, അതായത് 69 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2.5 വർഷത്തിനുള്ളിലാണ് ഞാൻ 1,00,000 കിലോമീറ്റർ ഓടിയത്. ഈ സത്യം പറഞ്ഞാൽ ഓട്ടമായിട്ട് ഓടിയതല്ല, പകുതിയും സ്വന്തം ഓട്ടമൊക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും ഓട്ടോക്കൊക്കെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കിലോമീറ്റർ 1,00,000 ആയത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ നമ്മൾ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് വണ്ടിക്ക് കുഴപ്പങ്ങൾ, വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ, വണ്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആപ്പേ ക്ലാസിക് എടുക്കാവോ, ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഓട്ടോ ഏറ്റവും നല്ലത് ഏതാണ്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കണം മുതൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടിക്ക് പണിയുണ്ട്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഓട്ടോയെക്കുറിച്ച് ഒരു തേങ്ങ അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വണ്ടി, സത്യം പറഞ്ഞാൽ എനിക്ക് ഓട്ടോ ഓടിക്കാൻ പോലും അറിയാൻ മേലാതെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പുറകിൽ കിടക്കുന്ന വണ്ടി എടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ശരത്താണ് ഷോറൂമിൽ നിന്ന് എനിക്ക് വീട് വരെ കൊണ്ടു തന്നത്. പക്ഷെ നാരങ്ങ കയറ്റാൻ മാത്രം അവൻ എനിക്ക് വണ്ടി തന്നു. കാരണം വെച്ചാൽ എനിക്ക് പണ്ട് ചേതക്ക് ഓടിച്ചൊരു ചെറിയൊരു പരിചയം. കാരണം എൻ്റെ ഡാഡിക്ക് ആദ്യമേ ചേതൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തെ വിൻറ്റേജ് വണ്ടിയില്ലേ, KER അങ്ങനെയാണ് പറഞ്ഞൊരു വണ്ടി ഉണ്ട്. അതൊന്ന് നമ്പർ ഞാൻ കറക്റ്റ് ഓർത്തിരിക്കണില്ല. പക്ഷേ അതിപ്പോൾ ആക്രിക്കൊക്കെ കൊടുത്തു. ആ ഒരു ഞാൻ കുറച്ചൊരു ഉരുട്ടി ഒന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി ഓടിച്ചതിൻ്റെ ഒരു പരിചയം ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് നാരങ്ങ കയറ്റത് അവൻ എനിക്ക് തന്നത്. സത്യം പറഞ്ഞാൽ അതും എനിക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ വണ്ടി ഒരു തുള്ളി പോലും ഓടിക്കാൻ അറിയാൻ മേലാത്ത ഒരാളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അങ്ങനെ വണ്ടി എടുത്തു. ഞാൻ പതുക്കെ വീട്ടിൽ കൊണ്ട്, ശരത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ട് വന്നു. എന്നിട്ടാണ് ഞാൻ പതുക്കെ ഓടിച്ച് പഠിച്ചു വരുന്നത്. അപ്പോൾ ഓട്ടോ ഫീൽഡിനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ മേലാതെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പതുക്കെ ഫീൽഡ് എന്താണെന്നുള്ള മനസ്സിലാക്കി, പതുക്കെ ഓട്ടോ എന്താണെന്നുള്ള മനസ്സിലാക്കിയാണ്. പുറമേന്ന് കാണുമ്പോൾ ഓട്ടോക്കാർ അങ്ങനെയാണ്, കൊയ്ത് പൈസ മേടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര കാശാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എടുത്തൊരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയാണ്. പെട്ടെന്ന് ഒരു മൈൻഡിലും സാഹചര്യം കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും എടുത്തൊരു വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാതെ, അതായത് എന്താണ് ഓട്ടോ, അതിൻ്റെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും അറിയാതെ പോയി എടുത്തൊരു വണ്ടിയാണ് ഓട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പേരോട് അന്വേഷിച്ചു, ഏത് വണ്ടി എടുക്കണമെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പം മിക്ക ആൾക്കാരും പറഞ്ഞു ആപ്പ എടുത്താൽ മതി. കാരണം ഞാൻ വണ്ടി എടുത്ത സമയത്തായിരുന്നു ഈ സെറ്റപ്പ് തുടങ്ങി. അതായത് നമ്മുടെ വെള്ളം ഒഴുകി ഓടുന്ന സെറ്റപ്പ്, അതായത് പൊല്യൂഷൻ കുറയ്ക്കാൻ നല്ല സ്കീമില്ല. ഈ ടാങ്ക് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ ടാങ്ക് വരുന്ന വണ്ടിയിൽ ഈ ഞാൻ 2023 ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സ്കീം, എൻ്റെ അറിവിൽ കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്ത വണ്ടിയാണ്. എനിക്ക് സത്യം നല്ല ടെൻഷൻ ഉണ്ടായത്, വണ്ടിക്ക് പണിയൊക്കെ കിട്ടുമോ എന്നുള്ളത്. ദൈവനേച്ച് വലിയ പണിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ ഗുണങ്ങളുണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ ദോഷങ്ങളുമുണ്ട്. 2 പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ ഓട്ടോ എടുക്കുവാണെങ്കിൽ ഏത് വണ്ടി എടുക്കണം, ആപ്പ എടുക്കണോ, അതുലെടുക്കണോ, ഗ്രീപ്സ് എടുക്കണോ, ഇപ്പോൾ സെക്സിയോ അങ്ങനെയാണ് അതൊരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. കുറേ കമ്പനി ഇറങ്ങുന്നുണ്ട്, മുട്ടിരി. അപ്പം അതിലേത് വണ്ടി, അത് ഇലക്ട്രിക് എടുക്കണോ, CNG എടുക്കണോ, അങ്ങനെ കുറേ പേര് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. പക്ഷെ എന്നാലും ഒരു ഒറ്റ വാക്കി പറയുവാണെങ്കിൽ, എടുക്കുവാണെങ്കിൽ ഒരു ഡീസൽ വണ്ടി എടുത്താൽ മതി. കാരണം ഞാൻ അത് അത്രയാണ് ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ ഒരു CNGയുടെ പ്രശ്നം എന്താ, ഒന്നാമത്തെ കാര്യം ഇപ്പം പമ്പുകൾ CNG വളരെ കുറവാണ്. പിന്നെ ഹൈ റേഞ്ച് ഏരിയ അങ്ങനത്തെ ചില ഏരിയയിലേക്കൊന്നും പമ്പുകളില്ല. രണ്ടാമത്തെ കാര്യം CNGക്ക് ഭയങ്കര മിസ്സിങ് ആണ്. പിന്നെ അതിന് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും CNG എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലിനേക്കാളും വില കുറവാണ്. അന്ന് ഓർത്താണ് എല്ലാവരും അങ്ങനെ വണ്ടി CNG കുറേ പേര് എടുത്തവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഡീസലിനും പെട്രോളിനും CNGക്കൊക്കെ നല്ല ഏകദേശം ഒരുപോലത്തെ വിലയാണ്. അപ്പോൾ ഈ മൈലേജിൻ്റെ ലാഭം അല്ലെങ്കിൽ ഇന്ധന വിലയുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഡീസലും CNG തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം CNG എടുക്കുന്നത് വലിയ ലാഭമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടീനേക്കാൾ CNG വണ്ടിക്ക് ഇച്ചിരി വില കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും എല്ലാം കൊണ്ടും ലാഭം ഞാൻ നോക്കിയിട്ട് ഡീസൽ വണ്ടി എടുക്കണം. CNG വണ്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വണ്ടിയാണ്. അതായത് ഓട്ടോയാണ് ഞാൻ പറയണത്, അല്ലാതെ കാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ ഓട്ടോയുടെ കാര്യത്തിൽ പറയുമ്പോൾ CNG പല ബജാജിൻ്റെ കമ്പനികൾ, പ്രത്യേകിച്ച് ആപ്പയുടെ CNG എടുക്കരുത്. അട്ടപടലം ഷോക്കായിരിക്കും. കാരണം നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ എടുത്ത് അട്ടപടലം തേഞ്ഞൊട്ടി കീറി വണ്ടി വിൽക്കേണ്ടി വന്നു. കാരണം CNG ഒക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ, ടാങ്കൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പല വണ്ടിക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആപ്പയുടെ വണ്ടി എടുക്കുക. അഥവാ നിങ്ങൾക്ക് CNG എടുക്കണമെന്ന് മുട്ടി നിൽക്കുക, CNG പറ്റത്തോളൂ എന്നാണെങ്കിൽ നിങ്ങൾ ബജാജിൻ്റെ എടുത്തോളുക, വേറൊരു കമ്പനിയുടെ എടുക്കാൻ പോരുത്. അതായത് നിങ്ങൾ CNG ശരണം, അതായത് CNG എനിക്ക് മതി, CNG ഇല്ലാതെ പറ്റത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ ബജാജിനെ പോയി എടുത്തോളുക. CNG മാത്രം അല്ല, ബജാജിന് ഡീസലിനോട് എനിക്ക് താല്പര്യം. കാരണം ബജാജിൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ കുറ്റമായിട്ട് പറയുമല്ല, പക്ഷെ എന്നാലും ബജാജിൻ്റെ വണ്ടിയുടെ എനിക്ക് യാത്രാ കംഫേർട്ട് ഭയങ്കര ഷോക്കാണ്. ഈ ആപ്പേനെ അതുല്യ, കാരണം നമുക്ക് ഒന്നുകൊണ്ട് സ്പ്രിങ്ങോ കാര്യങ്ങളൊക്കെ കമ്പനി അവർ വരുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര കുഞ്ഞു സ്പ്രിങ്ങാണ്. നമുക്ക് ആപ്പയുടെ അത്രയും കംഫോർട്ടോ കാര്യങ്ങളൊന്നും ഒരിക്കലും ബജാജ് വണ്ടികൾ കിട്ടത്തില്ല. അത് ബജാജ് കോമ്പാക്റ്റ് ഉണ്ട്, മാക്സിമം ഉണ്ട്, അങ്ങനെ ഒരു വണ്ടിയിലും ബജാജിൻ്റെ കിട്ടത്തില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്കീം വരുന്നില്ല. പക്ഷേ അതിലും ഏറ്റവും സുഖം, യാത്രാ സുഖം ഞാൻ നോക്കിയിട്ട് ആപ്പയാണ്. ആപ്പ അല്ലെങ്കിൽ അതുൽ അല്ലെങ്കിൽ ആൽഫ, ഈ 3 വണ്ടിയും യാത്രാ സുഖം അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഗ്രീപ്സിൻ്റെ വണ്ടി വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും യാത്രാസുഖത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 വണ്ടികളാണ് ടോപ്പിൽ നിൽക്കുന്നത്. പിന്നെ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോഴും ആപ്പ, ആൽഫ, അതുൽ, ഈ 3 വണ്ടിയാണ് നമുക്ക് അത് ഓക്കെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനെക്കുറിച്ച് കുറ്റെന്ന് പറയാനില്ല, പക്ഷേ എല്ലാ വണ്ടിക്കും അതിൻ്റെതായ പോരായ്മകളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആപ്പയുടെ ബോഡി ക്വാളിറ്റി കുറവാണ്. അതുലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ബോഡി ക്വാളിറ്റി അടിപൊളിയാണ്. പക്ഷേ റീസെൽ വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പയ്ക്കാണ് റീസെൽ വാല്യൂ കൂടുതൽ, അതിന് റീസെൽ വാല്യൂ കുറവാണ്. പിന്നെ ആൽഫയുടെ കാര്യം പറയുമ്പോൾ ആൽഫ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടി ആൽഫ ഷോക്കാണ്. പണ്ടത്തെ മോഡലൊക്കെ ആൽഫ അടിപൊളിയാണ്. അപ്പോൾ പല വണ്ടിക്കും പല ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളുണ്ട്. പക്ഷേ എന്നാലും യാത്രാസുഖം ഞാൻ നോക്കിയിട്ട് ആപ്പയ്ക്കാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ വണ്ടികൾക്ക്, അതായത് ബജാജ് വണ്ടികൾക്ക് യാത്രാസുഖം ഒട്ടും പ്രതീക്ഷിക്കരുത്. മൈലേജ് വെച്ച് നോക്കാനാണെങ്കിൽ ബജാജ് വണ്ടി എടുത്തോ, നല്ല മൈലേജ്, ആപ്പേനേക്കാളും മൈലേജ് കിട്ടും. കാരണം കോമ്പാക്റ്റിനൊക്കെ 35-40-45 കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം മൈലേജിന് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അതാണ് ഈ സുഖം. പിന്നെയെന്ന് വെച്ചാൽ ഈ കോമ്പാക്റ്റ് ഒന്നും ചില സ്ഥലങ്ങളിൽ പണിയത്തില്ല. പ്രത്യേകിച്ച് എറണാകുളം ഏരിയയിലൊന്നും കോമ്പാക്റ്റ് പണിയും ആൾക്കാർ പണിയും, പക്ഷെ അവർക്ക് താല്പര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അതിൻ്റെ എഞ്ചിൻ റൂമൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒട്ടി തേഞ്ഞു. നമ്മളൊരു കൈ ഇടുമ്പോൾ കൈ എവിടെയൊക്കെ കൊള്ളുമെന്ന് ദൈവത്തിന് മാത്രം അറിയാവുള്ളൂ. അപ്പം ആപ്പേനെ കമ്പയർ നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പ, അതുൽ, ആൽഫ പോലെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പണിയാൻ പറ്റും. കാരണം മറ്റു വണ്ടികളിൽ പണിയാനൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ അവർ മനസ്സുകൊണ്ട് പ്രാകും, ആശാന്മാർ വണ്ടാരം വന്നെന്നൊക്കെ. പിന്നെ അവർക്ക് പണിയാൻ അറിയാമെന്നല്ല ഉദ്ദേശിച്ചത്, പണിയാൻ അറിയാം. പക്ഷെ അവർക്ക് നമുക്ക് അതിലിട്ട് പണിതാൽ നമുക്കൊന്നും കിട്ടാനില്ല. കാരണം വെറുതെ സമയം കളയാന്നുള്ളൂ. പണിതാലും അങ്ങ് റെഡിയാകും, പക്ഷെ നല്ല സമയം എടുക്കും. കാരണം ആപ്പ് 2 വണ്ടി പണിയണ സമയം വേണം, അത് ഒരൊറ്റ വണ്ടി പണിയണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആപ്പയാണുള്ളത്. അതായത് ഇങ്ങനത്തെ വലിയ വണ്ടിയാണുള്ളത്, കുട്ടിവണ്ടിയില്ല. പക്ഷെ എന്നാൽ തൃശ്ശൂർ സൈഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിവണ്ടിയാണുള്ളത്. പക്ഷേ കോട്ടയം സൈഡിലേക്ക് പോകുമ്പോഴും ടൗണിലേക്ക് പോകുമ്പോൾ കുട്ടിവണ്ടിയും, ഗ്രാമപ്രദേശങ്ങളിലേക്ക് ആപ്പ അങ്ങനത്തെ വലിയ വണ്ടിയാണ്. കാരണം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്, ഇത് എല്ലാവരുടെയും അഭിപ്രായമല്ല. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ 1,00,000 കിലോമീറ്റർ ഓടിച്ചു, 2.5 വർഷം ഞാൻ ഓട്ടോ ഫീൽഡിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊരു ഓട്ടോ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സ് തോന്നുവാണെങ്കിൽ ആപ്പെ ക്ലാസിക് എടുക്കുക എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓടിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസും കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതായത് ആപ്പയുടെ വേറൊരു ഏറ്റവും വലിയ ഫോൾട്ടാണ് ഗിയർ ബോക്സ് പണി. അത് വേറൊരു കാര്യമാണ്. ഗിയർ ബോക്സ് പണി എന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ 16,000 രൂപ പോകും. കാരണം ഗിയർ ബോക്സ് പണി വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല, ഓട്ടത്തിൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. പക്ഷേ ഗിയർ ബോക്സ് പണി വന്നിട്ട് നമ്മളത് അറിഞ്ഞു, അപ്പോൾ നമ്മളങ്ങ് പണിയുവാണെങ്കിൽ ഒരു 6,000 രൂപയിൽ നിൽക്കും. അല്ല നമ്മൾ അറിഞ്ഞില്ല, അപ്പോൾ ഓട്ടത്തിൽ ഗിയർ ബോക്സ് ഒക്കെ പൊട്ടിപ്പോകും ആപ്പയുടെ. അങ്ങനെ ഒരു പ്രശ്നം ആപ്പയ്ക്കുണ്ട്. പക്ഷേ എന്നാലും ആ ഗിയർ ബോക്സ് ഒക്കെ മറന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരുക. കാരണം നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള വണ്ടികൾക്ക് ഇപ്പം ബജാജിൻ്റെ കോമ്പാക്റ്റിന് നമ്മളിപ്പോൾ എന്നാ വലിയ സ്പ്രിങ്ങും ഷോക്കും മാറി എന്ന് പറഞ്ഞാലും അതിങ്ങനെ കരിങ്കല്ല് പോലെ ഇരിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടാത്ത ആരെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് വരാം. നമ്മുടെ ആപ്പെ ക്ലാസിക് 2023 ഈ വണ്ടിയിലേക്ക് വരാം. ഈ വണ്ടിയുടെ
ഗുണങ്ങൾ തന്നെ ഫസ്റ്റ് ഗുണങ്ങൾ പറയാം. ഗുണങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ വണ്ടിക്ക് മറ്റുള്ള വണ്ടികളെ മറ്റ് ആപ്പയെ ഞാൻ കമ്പയർ ചെയ്യുന്നത് മറ്റ് ആപ്പയും മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ കോമ്പാക്ട് ബജാജിന്റെ വണ്ടി വെച്ച് നോക്കരുത്. ബജാജിന്റെ വണ്ടിക്ക് നമ്മുടെ ആപ്പേനേക്കാളും മൈലേജ് ബജാജിന്റെ വണ്ടിക്കാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, മറ്റുള്ള വണ്ടികൾ അതായത് ആൽഫ അങ്ങനെയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ആപ്പെ ക്ലാസിക്കിനാണ് ഇച്ചിരിയുടെ മൈലേജ്. ആപ്പെ പണ്ടത്തെ മോഡൽ 2018-17 മോഡലിലെ വണ്ടികളെക്കാളും BS4 BS3 മോഡൽ BS2 മോഡലിനേക്കാളും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടുന്നത് BS6 ആപ്പെ ക്ലാസിക്കിനാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് വരുമ്പോൾ, അതായത് നമ്മൾ നേരെ പവറിലേക്ക് വരുമ്പോഴത്തേനും BS3 BS2 മോഡലിലെ ആപ്പയുടെ അത്രയും പവർ ഇപ്പൊ പുതിയ ഇറങ്ങിയ ക്ലാസിക്കിന് കിട്ടുന്നത്. അതായത് ഞാനിപ്പോൾ ഇരിക്കണ വണ്ടി, അതായത് പുതിയ ഇറങ്ങിയ 2023, 24, 25, 26 മോഡൽ വണ്ടികൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം അതിൻ്റെയൊക്കെ പവറും പിക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതുപോലെ പവറാണ്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ബ്ലേഡ് അടിച്ച് ടൗൺ വഴിയൊക്കെ ബ്ലേഡ് അടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകാം. പക്ഷേ ആ ഒരു പവർ വെച്ച് ഈ വണ്ടി എടുക്കാൻ ഒരിക്കലും നിങ്ങൾ വരരുത്, പ്രതീക്ഷിക്കരുത്. കാരണം കുറേ പേര് ഇതുപോലെ പുത്തൻ കൊള്ളാന്നൊക്കെ പറഞ്ഞ് പവർ കൂടി എന്നൊക്കെ പറഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് വണ്ടി പണിയും. നമ്മളൊരിക്കലും വണ്ടി എടുത്ത് കാലിക്ക് വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പവറൊക്കെ കാണും. പക്ഷേ ഇത് വണ്ടി പണിത് കഴിയുമ്പോൾ വെയിറ്റ് കയറും. വെയിറ്റ് കയറി കഴിയുമ്പോഴത്തേനും അയ്യോ വലിയില്ല എന്ന് പറഞ്ഞ് കുറേ പേര് വണ്ടി വിറ്റിട്ടുണ്ട്. കാരണം 1-1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വണ്ടി എറണാകുളത്ത് പണിത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് വണ്ടി വിറ്റ് കുറേ പേരെ എനിക്കറിയാം. കാരണം വെച്ചാൽ വണ്ടിക്ക് വെയിറ്റ് കയറുമ്പം മൈലേജിനെ ബാധിക്കും, പവറിനെ ബാധിക്കും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ആപ്പെ ക്ലാസിക് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയിലെ ഓവർ ഡെക്കറേഷൻ, അതായത് ഓവർ വെയിറ്റ് കയറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഓവർ വെയിറ്റ് കയറ്റിയവരെല്ലാവരും 8ന്റെ പണി കിട്ടിയിട്ടില്ല. കാരണം ഗിയർ ബോക്സ് ഒക്കെ പൊട്ടി. കാരണം ഈ ആപ്പയുടെ പുതിയ ക്ലാസിക്കിന് ഗിയർ ബോക്സിന് വല്ല കട്ടിയൊന്നുമില്ല, ഇങ്ങനെ ഇപ്പോൾ തൊട്ട് പിടിപ്പിച്ച് വെച്ചേക്കണതാണ്. അപ്പം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ ഓവർ വെയിറ്റ് പ്രത്യേകിച്ച് ഓട്ടോയിൽ കയറ്റാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറങ്ങണ ആപ്പെ ക്ലാസിക്കിൽ, ബാക്കിയുള്ള വണ്ടിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആപ്പെ ക്ലാസിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്, കയറ്റാതിരിക്കുക. ഏറ്റവും നല്ലത് കമ്പനി എങ്ങനെയാണോ വരുന്നത് അതുപടി വലിച്ചു കെട്ടി ഓടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ അങ്ങനെ നമുക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പണിയാൻ പറ്റുന്ന രീതി എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കട്ടപ്പന സ്റ്റൈലിൽ പണി. അതിന് വലിയ വെയിറ്റ് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കമ്പനി വരുന്നത് ഇത് തന്നെയുള്ളൂ, വേറെ ഓവർ വെയിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ പണിയണമെങ്കിൽ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക, ഒരിക്കലും വെയിറ്റ് കൂട്ടരുത്. മാക്സിമം വെയിറ്റ് കുറച്ച് പണിയുക. കാരണം എല്ലാവരും പറയും ഞാൻ എൻ്റെ വണ്ടിക്ക് ഇത്ര വെയിറ്റ് കൂടുതലാണ്, അന്നേരം എൻ്റെ വണ്ടിക്ക് ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. ചിലപ്പം 10,000-10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടായിരിക്കും ഇത് പറയണേ. പക്ഷേ ഇത് കംപ്ലൈൻറ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത്. കാരണം അത്രയും വലിയ നമ്മളെ വണ്ടിയിൽ ഈ ഒരു ആപ്പെ ക്ലാസിക്കൽ അല്ലെങ്കിൽ വലിയ വണ്ടിയിൽ, അതായത് കോമ്പാക്റ്റിൽ നമുക്ക് 3 പേരാണ് കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ആപ്പേ എന്ന് വെച്ചാൽ 3+1 തന്നെയാണ് വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് 4 പേരെ കുത്തി നിറച്ച് കൊണ്ടുപോകാം. അപ്പോൾ 4 പേരെയും കൂടെ കയറ്റി നമ്മൾ വണ്ടിയിൽ ഇത്രയും വെയിറ്റും കൂടെ കയറ്റുമ്പോൾ ഉറപ്പായിട്ടും ഗിയർ ബോക്സ് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിൽ മാക്സിമം വെയിറ്റ് കുറച്ച് വണ്ടി പണിയുക. വെയിറ്റ് കുറച്ച് വണ്ടിയിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ വെയിറ്റ് കൂട്ടിയുള്ള ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 8ന്റെ പണിയാണ്. കാരണം പിന്നെ എൻ്റെ വണ്ടിക്ക് കിട്ടിയ പണികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ പറയാം. എൻ്റെ വണ്ടിക്ക് ഫസ്റ്റ് കിട്ടിയ പണിയെന്ന് വെച്ചാൽ ഡീസൽ പൈപ്പ്, അതായത് ഈ ഇപ്പോൾ പുതിയ മോഡൽ വരുന്ന വണ്ടിയുടെ ഡീസൽ പൈപ്പ് ഭയങ്കര ഷോക്കാണ്. ഇപ്പോൾ ഈ വരുന്ന പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകത്തൊരു പൈപ്പ്, അതിൻ്റെ പൊക്കത്തൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു തകിട് പോലത്തെ ഒരു ചെറിയ കോട്ടിങ് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ലീക്ക് എവിടെ നിന്നാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. നമുക്കിത് ഇപ്പം നമ്മുടെ ഓട്ടോക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, നമുക്കിപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കെട്ടണ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആ സാധനം കെട്ടാൻ പോലും പറ്റത്തില്ല. പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ ആണ് പൈപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് എവിടെ ലീക്ക് ഇന്ന സ്ഥലത്ത് പൊട്ടി നമുക്കത് മേടിച്ച് കെട്ടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ക്ലാസിക്കിന് വരുന്ന ഈ പൈപ്പിൻ്റെ പൊക്കത്തൊരു ആവരണം എന്ന് വെച്ചാൽ എന്നാ പറയുക, ഒരു തകിട് പോലത്തെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെ അതിനെ ഒരു റൗണ്ട് ചെയ്ത് അത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പം ഡീസൽ പൈപ്പും ഷോക്കാണ്. അതിലും നല്ല ഹൈഡ്രോളിക്കിൻ്റെ നല്ല അടിപൊളി കൂടിയ സാധനം മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിടുക, അത് മേടിച്ചിട്ടാൽ കിടന്നോളൂ. അത് മേടിച്ചിട്ടപ്പോൾ എങ്ങനെ വന്നാലും ഒരു 1-2 വർഷമായി ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടിയുടെ ഡീസൽ പൈപ്പിന് എല്ലാം മൊത്തത്തിൽ ടോട്ടലി മാറി. അതാണ് ഡീസൽ പൈപ്പിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ അത് മെയിൻ പ്രശ്നമാണ്. ഗിയർ ബോക്സിൻ്റെ എൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് പൊട്ടിയില്ല. പൊട്ടുന്നതിന് മുമ്പ് ഞാൻ മാറി. കാരണം എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ഓട്ടത്തിൽ പൊട്ടിപ്പോയി. അവൻ ഓൾറെഡി വണ്ടിയിൽ വെയിറ്റ് കയറ്റി എല്ലാം അടിപൊളിയായിട്ട് പണിതാണ്. പക്ഷെ ഓട്ടത്തിൽ പൊട്ടിപ്പോയി 15,000 രൂപ അവൻ്റെ ഗിയർ ബോക്സ് മൊത്തത്തിൽ മാറിയെന്ന്. അങ്ങനെയാണ് എനിക്ക് രണ്ടാമത്തെ പണി വരുന്നത്. പിന്നെ മൂന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയാണ്. നമ്മുടെ മീറ്റർ കേബിളില്ല, അതായത് നമ്മുടെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ ഡാഷ് പുത്തൻ വണ്ടിയുടെ ഇങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. പഴയ മോഡൽ വണ്ടിയുടെ ഡാഷും ആ മീറ്ററും വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. പുത്തൻ മോഡൽ വണ്ടിയുടെ ഇച്ചിരി ഇങ്ങനെ നമുക്ക് കാണാൻ എളുപ്പത്തിന് ഇച്ചിരി പൊങ്ങി വരുമ്പം ഈ അകത്തെ വരുന്ന ഈ കേബിൾ, ഈ സ്പീഡോമീറ്റർ കേബിൾ ഇങ്ങനെ വരുമ്പം അതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പെട്ടെന്ന് സ്പീഡോമീറ്റർ കേബിൾ ഈ ഡാഷ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് പൊട്ടിപ്പോവും.
അത് ഞാൻ ഒരു വർഷത്തിൽ തന്നെ ഞാൻ അവരെ 7, 8, 9, 10 കേബിളെങ്കിലും ഞാൻ മാറിയിട്ട്, കാരണം പടപടാന്ന് പൊട്ടിപ്പോവാ. ഇപ്പം ഇട്ടേക്കണ കേബിൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. ഞാൻ ഇവിടുത്തെ ബിജുവാശാന്റെ അടുത്ത് ചെന്ന പുള്ളി എനിക്ക് റെഡിയാക്കി തന്നതാണ്. പിന്നെ ദൈവം എനിക്ക് ഒരു 5-6 മാസമായിട്ട് അത് പൊട്ടിയിട്ടില്ല. ഇനി പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളി അത് അതിലെന്തോ സൂത്രപ്പണി ചെയ്തു എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി കൊണ്ടിട്ട് പുള്ളി എനിക്ക് മാറി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ദൈവം എനിക്ക് വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എനിക്ക് തോന്നിയിട്ട് വണ്ടിയുടെ പവർ ഒട്ടുമില്ല. പവർ ഒട്ടുമില്ല എന്ന് വെച്ചാൽ 2018, 19 അതായത് 15, 16, 17, 18, 19 മോഡലിലെ ആപ്പേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പുതിയ മോഡൽ ക്ലാസിക്കിന് ഒരു തുള്ളി വലിയില്ല. ആ വലി പ്രതീക്ഷിച്ച് നിങ്ങൾ വണ്ടി എടുക്കരുത്. വലി എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ സ്പീഡിലൊന്നും പോകേണ്ട, സമാധാനത്തോടെ പോയാൽ മതി, പതുക്കെ ഓടിച്ച് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ആപ്പേ ക്ലാസിക് എടുത്ത് ഓടിയാം. പൈസയും കിട്ടും, മൈലേജും ഉണ്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഗിയർ ബോക്സ് ആണ് മെയിൻ പ്രശ്നം. പിന്നെ ചെറിയ വല്ല വണ്ടിക്കൊക്കെ വരുന്ന കുഞ്ഞു പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഈ ഗിയറിൽ പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡും ഓക്കെയാണ്. ഈ തേർഡ് ഗിയർ ഈ വണ്ടിക്ക് എന്തിനാണ് കൊടുത്തതെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. ഈ ആപ്പേ ക്ലാസിക്കിന് എന്തിനാണ് 3ാമത്തെ ഗിയർ കൊടുത്തേക്കുന്നത്? കാരണം നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡ് വഴി പോകാൻ നമ്മളൊരു പോക്കറ്റ് റോഡിലേക്ക് കയറി ഒരു ചെറിയൊരു കയറ്റമുള്ള റോഡും കൂടെയാണ് കൂട്ടിക്കും. നമ്മൾ 4th പോണ വണ്ടി നമ്മൾ തേർഡിലേക്ക് ഇട്ട് ക്ലച്ച് വിട്ട് കഴിയുമ്പോൾ തന്നെ വണ്ടി മുക്കാൻ തുടങ്ങും. അപ്പത്തെ സെക്കൻഡിലേക്ക് ഇടേണ്ട അവസ്ഥയാണ്. കാരണം തേർഡ് ഗിയർ ഈ വണ്ടിക്ക് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ തേർഡ് ഗിയറിൽ വണ്ടി ഞാൻ അധികം ഓടിച്ചിട്ടേ ഇല്ല. കാരണം സെക്കൻഡായി സ്പീഡായി കഴിയുമ്പോൾ തേർഡിലായി. നമ്മൾ അപ്പ് ചെയ്യാൻ നേരത്ത് ഓക്കെയാണ്, തേർഡ് ഗിയർ സ്മൂത്താണ്. പക്ഷെ ഡൗൺ ചെയ്ത് വരുമ്പോഴത്തേനും ഇപ്പോൾ 4th പോണ വണ്ടി നേരത്തെ സെക്കൻഡ് അത് തേർഡിലേക്ക് ഇടണ വരത്തില്ല. അപ്പത്തേനും തന്നെ വലിയ മുട്ടിപ്പെട്ട് സെക്കൻഡിലേക്ക് ഇടണ വരിക. 1st, 2nd, 4th ഗിയർ അടിപൊളി. ഈ തേർഡ് ഗിയർ ഡൗൺ ചെയ്യുമ്പം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഡൗൺ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രയോജനമില്ല. അപ്പ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, തേർഡ് ഗിയർ നമുക്ക് അത്യാവശ്യം ഉപകാരമാണ്. പക്ഷേ ഡൗൺ ചെയ്ത് ഓരോ ഗിയർ ഡൗൺ ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ തേർഡ് ഗിയർ ഭയങ്കര ഷോക്കാണ്. എന്തിനാണ് ഈ വണ്ടിക്ക് കൊടുത്തതെന്ന് പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇതിപ്പോൾ 2023 മോഡൽ വണ്ടിയാണ്. 2025 മോഡൽ വണ്ടിക്ക് ഇച്ചിരൂടെ വലി കൂടിയിട്ടുണ്ടെന്ന് പറയണ കേട്ടു. ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പം ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പിന്നെയെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഈ തേർഡ് ഗിയറിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നി. പിന്നെ ബോഡി ക്വാളിറ്റി പറ്റ കുറവാണ്. മാരുതി പോലെ മൊട്ടത്തോടാണ് വണ്ടി. വലിയ ബോഡി ക്വാളിറ്റി ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ബോഡി അധികം ക്വാളിറ്റി വെക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് പിന്നെയും വണ്ടിയെ കയറുമ്പോൾ പിന്നെ മൈലേജിനെയും വലിയനെയും ബാധിക്കുമെന്ന് ഓർത്തുകൊണ്ടായിരിക്കും അവർ ബോഡി ക്വാളിറ്റി ഒരുമാതിരി മൊട്ടത്തോട് പോലെ ആക്കി വിട്ടത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ അങ്ങ് ഓടിച്ച് പതുക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് ഓടിച്ച് പോയാൽ മതി. പിന്നെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ഓടിയാൽ ബാലൻസ് ഉണ്ട്. വലിയ മറ്റ് വണ്ടികളെ വെച്ച് നോക്കുക. ബജാജിൻ്റെ വണ്ടി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബജാജിൻ്റെ വണ്ടി ഇത്ര മാത്രം ഞാൻ പറയാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്, ഇല്ലെന്ന് ഞാൻ അതിന് കുറ്റമല്ല പറയാം. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈ ആപ്പയുടെ ഒരു കേബിൾ മാറണമെങ്കിൽ 100 രൂപ കൂട്ടി, വേണ്ട 150 രൂപ കൂട്ടിക്കോ. ഒരു ക്ലച്ച് കേബിൾ മാറണമെങ്കിൽ 150, വേണ്ട ലേബർ ചാർജ് എല്ലാം കൂടെ കൂട്ടി 200 രൂപ പിടിച്ചോ. ഒരു കേബിൾ മാറണമെങ്കിൽ വേണ്ട ഒരു 300 രൂപ പിടിച്ചോ. എല്ലാം കൂടെ കൂട്ടി 300, 400 രൂപ പിടിച്ചോ. പക്ഷേ നമ്മുടെ ഒരു ബജാജിൻ്റെ ഒരു കേബിൾ മാറണമെങ്കിൽ 600 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്നൊക്കെ പറ്റുന്ന അറിവുകളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഏത് വണ്ടി എടുക്കുന്നവരോട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. പക്ഷെ എന്നാലും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓടിയാൽ എന്തെങ്കിലും കിട്ടും. എന്നാൽ വണ്ടി നിങ്ങൾക്ക് ഓടിക്കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ വണ്ടി ഒന്ന് വിൽക്കണം. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലെങ്കിൽ ആപ്പയുടെ നിങ്ങൾക്ക് പുത്തൻ വണ്ടി എടുക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ആപ്പയുടെ ഏത് വണ്ടിയാണെങ്കിലും എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, ഓട്ടോ എടുക്കുക, അടിപൊളിയായിട്ട് നിൽക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചു ഓട്ടോ ഫീൽഡ് എങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാൽ മൂഞ്ചലാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വില കൂടി, പിന്നെയെന്ന് വെച്ചാൽ സ്പെയർ പാർട്സിന് വില കൂടി, ലേബർ ചാർജ് കൂടി, ഓട്ടോ ചാർജ് മാത്രം കൂടുന്നില്ല. ഞാൻ 2023 വണ്ടി എടുത്താൽ 2023, 24, 25, 26 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂട്ടിക്കും. 3 വർഷമായിട്ടും ഇതുവരെയായിട്ടും 1 രൂപ ഓട്ടോ ചാർജ് കൂട്ടിയിട്ടില്ല. മിനിമം ചാർജ് 30 എന്നുള്ള സ്കീമിൽ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓട്ടോ ചാർജ് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡീസൽ ചാർജ് ഒന്ന് കുറച്ചാൽ മതി. അല്ല ഡീസലിൻ്റെ പൈസ അത് കുറച്ചാൽ, ഓട്ടോ ചാർജ് കൂട്ടുമൊന്നും വേണ്ട. ആ ഡീസലിൻ്റെ പൈസ ഒന്ന് കുറച്ചാൽ മതി. ബാക്കി എല്ലാവരും ഒക്കെയാണ്. ഡീസലിന് ഒരുമാതിരി തീ പിടിച്ച വിലയും ഓട്ടോ ചാർജ് കൂട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ഓട്ടോക്കാർ മുതലാകും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഫീൽഡ് പറയുമ്പോൾ അമ്മമാർ കൊന്നു മേടിക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓട്ടോയിൽ 1 കിലോമീറ്റർ ഓട്ടോ ചെയ്യാൻ 100 രൂപ മേടിച്ച് പല സംഭവങ്ങളും എനിക്കറിയാം. കാരണം ഞാൻ ഓട്ടോ ഓടിക്കുന്നതുകൊണ്ടാണ് എനിക്കത് അറിയാവുന്നത്. പക്ഷേ എന്നാലും നല്ലവരായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒത്തിരി പോലെയുള്ള എന്നെ പോലെയുള്ള മാന്യന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പം അവരോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം മിനിമം ചാർജ് എന്തെങ്കിലും രീതിയിൽ
അതിന് വർധനവ് വരാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്നാലും മിനിമം ചാർജ് ഇപ്പം 30 എന്നുള്ളത് ഒരു 40-50 ആക്കിയിട്ട് കിലോമീറ്ററിന് 20 രൂപ വെച്ചാക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ, ഒരു പുഴുങ്ങിയ മുട്ടയ്ക്ക് 15 രൂപ, ഒരു പൊറോട്ടയ്ക്ക് 17 രൂപ, ഒരു മുട്ടക്കറിക്ക് 50 രൂപ. ഈ സമയത്ത് നമുക്കൊരു രാവിലെ ഒരു 3 പൊറോട്ട ഒരു മുട്ടക്കറിയും കഴിക്കണം, കുറഞ്ഞ ഒരു ചായയും കുടിക്കണം 100 രൂപ ഏറ്റവും കുറഞ്ഞതാവും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഡെയിലി ഏറ്റവും കുറഞ്ഞതൊരു കൂലിപ്പണിക്കാരന് കിട്ടും 1200 രൂപ. അപ്പം അതുപോലും കിട്ടാത്തൊരവസ്ഥയാണ് ഓട്ടോയ്ക്ക്. അപ്പം മാക്സിമം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, UDF സർക്കാർ പുതിയതായിട്ട് വന്നല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരിക. കാരണം ഓട്ടോക്കാർക്കും ബാക്കി എല്ലാ ടാക്സി ഫീൽഡിലുള്ളവർക്കും വളരെ ഉപകാരമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ. കാരണം പുതിയ സർക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നുള്ളതാണ് നമ്മൾ മാറ്റിക്കുത്തി വോട്ട് ചെയ്തത്. പക്ഷെ അത് പിന്നെ ഒരു മണ്ടത്തരം ആയെന്നുള്ളത് ജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ മാറ്റിക്കുത്തിയെ തിരിച്ചു കുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഓട്ടോക്കാർക്കെന്നല്ല എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. കാരണം വെച്ചാൽ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുറേ അധികം പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ കുറെ കാട് കയറി പറഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യണം, നമ്മുടെ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യണം. മറക്കരുത്, ഫോളോ ചെയ്താലാണ് പുതിയ കിടക്കാഴ്ച കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോസ് വരാത്തതെന്ന് വെച്ചാൽ മഴക്കാലമാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. മഴക്കാലം അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഫുൾ ഓൺ പവർ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്ന് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാഴ്ച വീഡിയോ കാണാം. ബൈ ബൈ.